മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, എപ്പോഴാണ് തീപിടുത്തം തുടങ്ങിയത്? ദിവ്യ, ഏതാണ്ട് 8:45 കൂടിയാണ് ചാലക്കുടി നഗരത്തിലുള്ള ഊക്കൻസ് എന്ന പെയിന്റിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിന് തീ പിടിച്ചത്. തീ ഇപ്പോൾ ആളി കത്തുകയാണ്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. തീ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ചാലക്കുടിയിലുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയെങ്കിലും അത് മതിയാകാതെ വരുമെന്ന് തിരിച്ചറിഞ്ഞെ തുടർന്ന് ഇരിങ്ങാലക്കുടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പല ഭാഗത്തു നിന്നായി ഫയർഫോഴ്സ് സംഘം തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫയർഫോഴ്സിന് പൂർണ്ണമായും ഈ ഒരു സാഹചര്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം വലിയ രീതിയിൽ തീ ആളി കത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാനുള്ളൊരു പൂർണ്ണമായ സജ്ജീകരണം, അതായത് ഈ പ്രദേശത്തോട്ട് പൂർണ്ണമായി അടുക്കാൻ ഫയർഫോഴ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മഴ പ്രദേശത്ത് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വെല്ലുവിളിയാണ്. സാധാരണഗതിയിൽ ഇന്നലെയൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രദേശത്ത് മഴ പെയ്തിരുന്നതാണ്. എന്നിരിക്കലും പെയിന്റ് ഗോഡൌണാണ് എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പെയിന്റ് പെട്ടെന്ന് തീ പിടിക്കുകയും ആളി കത്തുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു വസ്തു കൂടിയാണ്. തൊട്ടടുത്തൊരു ഗ്യാസിന്റെ ഗോഡൌൺ കൂടി ഉണ്ട് എന്നുള്ളതാണ് സ്ഥിതിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഗ്യാസ് ഗോഡൌൺ മറുവശത്തുണ്ട്. അത് പ്രദേശത്ത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. റോഡ് സൈഡിലാണ് ഇത്തരത്തിൽ ഈ ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള റോഡ് ഗതാഗതം തൽക്കാലം നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ട്. എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തി വരുന്നത്. ഏതാണ്ട് 8:30 തീ പിടിച്ചു. ഉടൻ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു. നാട്ടുകാരാണ് ആദ്യം വലിയ രീതിയിൽ തീകോളം ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പ്രദേശത്ത് പോലീസ് വിന്യാസമുണ്ട്. ആ ഭാഗത്തേക്കുള്ള ഗതാഗതം പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും മറ്റുമൊക്കെ തന്നെ ചാലക്കുടിയിലുണ്ട്. എന്തായാലും തീ ആളി പടരുകയാണ്. യെസ് നടരാജ്, രാവിലെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ജീവനക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ കടയിൽ? കട തുറക്കുന്നതിന് മുമ്പാണ് തീപിടുത്തം ഉണ്ടായത്. 8:30 തീപിടുത്തം ഉണ്ടായത്. സാധാരണഗതിയിൽ പെയിന്റ് കട ആയതുകൊണ്ട് തന്നെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഭാഗത്തേക്ക് ജീവനക്കാരെത്തുന്നതും കട തുറക്കുന്നതും. പക്ഷേ ഇന്ന് അത്തരത്തിൽ നേരത്തെ ജീവനക്കാരെത്തിയിരുന്നില്ല. മാത്രമല്ല പെയിന്റ് കടയുടെ പുറകിലുള്ള ഗോഡൌണിലാണ് തീ പിടിച്ചിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഗോഡൌണിൽ ധാരാളം പെയിന്റുകൾ സൂക്ഷിച്ചിരുന്നു. മറുവശത്ത് ഒരു ഗ്യാസ് ഗോഡൌണും ഉണ്ടെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗ്യാസ് ഗോഡൌൺ ഉള്ളത് ഈ സിറ്റുവേഷൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ റിസ്ക് ആകുമെന്ന് ജനപ്രതിനിധികൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പോലീസ് വിന്യാസമൊക്കെ തന്നെയുണ്ട്. പ്രദേശത്ത് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെങ്കിൽ ആ ഭാഗത്തുള്ള ഒരു മാറ്റിപ്പാർപ്പിക്കേണ്ട കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കേണ്ടി വരും. അതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഉന്നത തലത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള എല്ലാ ശ്രമവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടരാജ്, തീയണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. തീ കൂടുതൽ ആളി പടരുകയാണോ അതോ ഏറെക്കുറെ ഒന്ന് നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടില്ല. കാരണം അല്പസമയം മുമ്പാണ് പ്രദേശത്ത് ഫയർഫോഴ്സ് എത്തിയത്. ആ ഫയർഫോഴ്സിന്റെ ശക്തി മതിയാകാതെ വരും എന്നുള്ളൊരു ബോധ്യത്തെ തുടർന്നാണ് ഇരിങ്ങാലക്കുടിയിൽ നിന്നും തൊട്ടടുത്ത് കൊടകര ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തിക്കാനുള്ള ഒരു ശ്രമം അധികൃതർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമല്ല. തീയണയ്ക്കാൻ കാര്യമായ ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ടെങ്കിലും തീകോളം കുറയുകയോ ചെയ്തിട്ടില്ല. നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചാലക്കുടി നഗരത്തിന് സമീപമാണ് ഈ പറയുന്ന ഊക്കൻസ് എന്ന പെയിന്റ് സ്ഥാപനം ഉള്ളത്. നഗരഭാഗം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പെട്ടെന്നൊരു തീ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. സമീപ സ്ഥലങ്ങളിലൊക്കെ തന്നെ കടകളുണ്ട്. ആളുകളുടെ സഞ്ചാരം കൂടിയ സ്ഥലമാണ് ചാലക്കുടി, പ്രത്യേകിച്ച് ചാലക്കുടി നഗരം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ തീ മറ്റ് കടകളിലേക്ക് പടരുകയോ ആൾനാശമോ അത്തരം നാശനഷ്ടങ്ങളിലേക്ക് കടക്കുകയോ ചെയ്താൽ സ്ഥിതി ഗുരുതരമായി മാറും എന്ന കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു മുൻകരുതലിലേക്ക് പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോകുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ സന്നാഹത്തെ ഫയർഫോഴ്സ് സ്ഥലത്ത് വിന്യസിക്കുന്നുണ്ട്. വലിയ രീതിയിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ജനപ്രതിനിധികളും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്.
ദിവ്യ. യെസ്, എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു വരികയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. വിവരങ്ങളാണ് നടരാജ് പരശുറാം നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.